ഇത് 2016 മോഡൽ റെഡിഗോ ടി ഓപ്ഷണലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർ, ലോ ബഡ്ജറ്റ് എല്ലാം കൊണ്ടും ഒരു ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറാൻ നിൽക്കുന്ന ആൾക്ക് ബെസ്റ്റ് ആണല്ലേ. ഓക്കെ, വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 1,75,000. 1,70,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോ ബഡ്ജറ്റ് ആണ്, ലോൺ കേൾക്കുന്ന ആവശ്യമില്ല. നമുക്ക് ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ബൈക്ക് മാറ്റിയിട്ട് കാറ് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. സുജയ്, നമസ്കാരം. എന്താ വെറുതെ ജസ്റ്റ് ഒന്ന് കാറുകളൊക്കെ ഒന്ന് നോക്കിട്ട് പോയിട്ട് വന്നു. കാറുകൾ നോക്കാനല്ലേ? എങ്ങനെ നമുക്ക് ഇവിടെ ചീപ്പ് റേറ്റിന് വണ്ടികൾ കിട്ടും? ചീപ്പ് റേറ്റിന് വണ്ടികൾ ഇവിടെ അല്ല. ഞാൻ ഒരു അഡ്വൈസ് തരാം. നമ്മൾ എടുക്കുന്ന സാധനം ബെസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും ചീപ്പ് റേറ്റിന് കിട്ടില്ല. ചീപ്പ് പ്രൈസിന് കിട്ടുന്ന സാധനം ഒരിക്കലും ബെസ്റ്റ് ആവില്ല. അപ്പൊ നിനക്ക് നല്ലത് വേണോ ചീത്ത വേണോ? നമുക്ക് നല്ലതാണ് വേണ്ടത്. നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റണം പോലെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങളാണ് ഈ മാസം ജൂലൈ മാസം നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഒരുപാട് നല്ല വാഹനങ്ങളുണ്ട്. ഏത് ടൈപ്പ് നോക്കണത്? നമുക്ക് എന്നാലും ജസ്റ്റ് കുറച്ചൊന്ന് വില കമ്മിയിൽ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെ ഇവിടെ? സ്റ്റാർട്ടിങ് 1,85,000 രൂപ മുതൽ നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 20 ലക്ഷം വരെ ബഡ്ജറ്റിലാണ് വാഹനങ്ങൾ സ്റ്റോക്ക് ഉള്ളത്. എല്ലാ കമ്പനികളിലും വാഹനങ്ങളുണ്ട്. നമ്മൾ ലാഭം മാത്രമല്ല നോക്കണത്, നമ്മൾ ക്വാളിറ്റിയാണ് നോക്കുന്നത്. കസ്റ്റമറിന്റെ ഒരു അതെ, ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നിന്റെ കൂട്ടുകാരന്മാർ ഇവിടുന്ന് വണ്ടി എടുക്കണം. ആ ലെവലിലാണ് ഇവിടെ കസ്റ്റമർ. നല്ല വണ്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും. അതെ. അപ്പൊ എന്തായാലും ഈ മാസം കാണാൻ താല്പര്യമുണ്ടോ സ്റ്റോക്ക്? അപ്പൊ എന്തായാലും ഈ മാസത്തെ മുഴുവൻ സ്റ്റോക്ക് നമ്മൾ കാണാൻ പോയാണ്. നിങ്ങൾക്ക് നല്ലൊരു യൂസർ വേണമെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ് നമ്മുടെ തൃശ്ശൂർ ശങ്കരയ്യ റോഡിലാണ് ഷോറൂം ഉള്ളത്. ഓട്ടോ ലെഗസി എന്നാണ് ഷോറൂമിന്റെ പേര്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കും. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ഹോണ്ടയുടെ അമേസിലെ ഡീറ്റെയിൽസ്. 2018 മോഡൽ എസ് മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 51,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണോ? എല്ലാം നമ്മൾ വെരിഫൈഡ് ആണ്. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,15,000 രൂപ വിത്ത് വാറണ്ടി. നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റും. യൂസ്ഡ് കാറുകൾക്ക് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ലോൺ ചെയ്യാനും പറ്റൂലേ? വാഹനപ്രേമികളുടെയും പ്രത്യേകിച്ചിട്ട് യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് വോക്സ്വാഗൻ പോളോ അല്ലേ? അതും ഇതുപോലൊരു വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെന്തിന്റെ പ്രത്യേകത? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും 80,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. മാത്രമല്ല കോസ്റ്റ്ലി അലോയ്സ്, പുതിയ ടയേഴ്സ് എല്ലാം എന്താ പറയാ പക്കായിട്ടുള്ള ഒരു വണ്ടി. എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വോക്സ്വാഗൻ പോളോ അല്ലേ? ഈ കളറിലും കിട്ടണം. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2012 മോഡലാണ്. സിംഗിൾ ഓണർ ഞാൻ പറഞ്ഞല്ലോ. വില വരുന്നത് 3,15,000 രൂപ. 3,15. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2019 മോഡൽ വരുന്ന SX പ്ലസ് ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടി? സിംഗിൾ ഓണർഷിപ്പിൽ വെറും 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ്, എയർ ബാഗ്, ABS, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സിന്റെ ഭാഗം ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് ഇത് നമ്മൾ 9,15,000 രൂപ വിത്ത് 1 ഇയർ വാറണ്ടി. ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട്. 2017 മോഡല് ബലെനോ ആൽഫ പെട്രോൾ മാനുവൽ. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിക്കും. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണോ? അതെ, ഫുൾ കമ്പനി സർവീസ് ആണ്. ഈ ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,55,000 രൂപ. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് നമുക്ക് 1 മന്ത് വാറണ്ടി കൊടുക്കും. 1 മന്ത് നിങ്ങൾ ഷോറൂം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? 2022 മോഡല് സെലേറിയോ ZXi പ്ലസ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കൂ. 57,000 കിലോമീറ്റർ അണ്ടർ കമ്പനി വാറണ്ടിയിലോ? കമ്പനി വാറണ്ടി ഉണ്ട്. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? എല്ലാം അവൈലബിൾ ആണ്. ഇത് വേരിയന്റ് ZXi പ്ലസ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഫുൾ ലോഡ് വണ്ടിയാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ്. ഇത് 5,75,000 രൂപ. 5,75,000. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാം. വാറണ്ടി ഉണ്ട്. അപ്പൊ നമുക്കൊരു പുതിയ സെലറി എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ എന്തുകൊണ്ട് അനുയോജ്യം ഇത് തന്നെയാണല്ലേ? കാരണം നമുക്കിപ്പോ ബേസ് മോഡൽ എടുക്കുന്ന ആ ഒരു എമൗണ്ട് പോലും ഫുൾ ഓപ്ഷൻ വരുന്നില്ല. ഇത് ഹോണ്ട കമ്പനിയുടെ ജാസ് അല്ലേ? ഡീറ്റെയിൽസ് തന്നെ 2015 മോഡൽ ജാസ് SV ആണ് വരുന്നത്. 4ാമത്തെ ഓണർഷിപ്പ്. സാധാരണ ഈ ഷോറൂമിൽ സിംഗിളും അതുപോലെ തന്നെ മാക്സിമം സെക്കൻഡും ആണ് ഉണ്ടാവാറ്. വേറൊരു വണ്ടിക്ക് എക്സ്ചേഞ്ചിൽ എടുത്തതാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാൻഡ് വിറ്റാരയ്ക്ക് എക്സ്ചേഞ്ചിൽ എടുത്തതാണ്. നമ്മൾ 4th ഓണർഷിപ്പ്
പിന്നെ 169 കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് അല്ല. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2,99,000 രൂപ. ഇത് ഈ ഒരു പ്രൈസിൽ ഇത്രയും ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഓണർഷിപ്പ് മറിയന്റെ ഒരു വില കമ്മി വന്നാണല്ലേ. അത്യാവശ്യം എല്ലാം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. കോസ്റ്റ്ലി അലവിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ. നല്ല ആൻഡ്രോയിഡ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, എർട്ടിക. അതായത് 2016 മോഡല് VDI ആണ് വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ്, ഡീസലിൽ സ്മാർട്ട് ഹൈബ്രിഡ് അത്യാവശ്യം നല്ല മൈലേജ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. കമ്പനി സർവീസ് ഉണ്ട് അല്ലേ. VDI എന്ന് പറയുന്ന മിഡിൽ ഓപ്ഷനിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പോരാത്തതിന് ടയർ അടക്കം മാറേണ്ട ആവശ്യമില്ല, പുത്തൻ ടയറാണ്. എടുക്കുന്ന കസ്റ്റമർ എടുത്ത് ഓടിച്ചാൽ മാത്രം മതി. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,65,000 രൂപ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമായ എടുത്തുകൊണ്ടാൽ മാത്രം മതി. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2021 മോഡൽ സോണറ്റ് HTX ആണ് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നില്ല. സൺറൂഫ്, അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ എല്ലാ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇത് 54,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഡീസൽ മാനുവലാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് വാറന്റി ഉണ്ടാവോ? വാറന്റി കിയുടെ വാറന്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കമ്പനി അണ്ടർ വാറന്റി നിലവിലുണ്ട്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 9,25,000 ചോദിക്കുന്നത്. ചെറിയതിൽ മാറ്റം കാണാൻ കച്ചവടം ഉണ്ടാവില്ല. 2020 മോഡൽ എക്കോസ്പോർട്ട് ടൈറ്റാനിയം പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, അതായത് വേരിയന്റ് ഏതാണ്? ഇത് ടൈറ്റാനിയം. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? അലോയ് വീൽ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ആൻഡ്രോയിഡ് എല്ലാ ഒരുവിധമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അത് നമുക്ക് വാറന്റി ചെയ്യാൻ പറ്റുമോ? വാറന്റി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ചോദിക്കുന്ന പ്രൈസോ? ഇത് 7,45,000 രൂപ. 7,45,000 ഇവർ ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2018 മോഡല് വരുന്ന EX ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്, 1 lakh കിലോമീറ്റർ ആണ് ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി മെയിൻറ്റൈൻ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് അഡീഷണൽ ആൻഡ്രോയിഡ് അതുപോലെ അലോയ് വീൽസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ഹുണ്ടായുടെ അലോയിന് ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയിലാണ് കയറ്റിയിരിക്കുന്നത്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 7,95,000 രൂപ. 795. ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ളതാണ്. ഓഫർ പ്രൈസ് ആണല്ലേ. നമുക്ക് കുറക്കാവുന്നതിന് പരമാവധി കുറച്ചിട്ടുണ്ട്. എന്തെങ്കിലും പിന്നെ ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൊടുക്കുന്ന എമൗണ്ടിന് മാക്സിമം ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, ഇത് രണ്ടും കൂടിയതാണ് MG അല്ലേ? MG ഹെക്ടർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2019 മെയ്ക്ക് 20 രജിസ്ട്രേഷൻ ആയിട്ടുള്ള MG ഹെക്ടർ ഷാർപ്പ് DCT, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ ടോപ്പിന്റെ ആണല്ലേ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 74,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിൽ മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നത് ഇതില് പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ സീറ്റ് വരുന്നുണ്ട്, അതുപോലെ 360 ക്യാമറ, ഒരുവിധം വോയിസ് കമാൻഡ്, അതുള്ള എല്ലാം ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സ് ഈ ഒരു എമൗണ്ടിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 9,75,000 രൂപ നെറ്റ്. ഇത് 2023 മോഡല് മാഗ്നറ്റ് XV ആണ്. ഫുൾ ഓപ്ഷൻ ടർബോ CVT ആണ്. ഓട്ടോമാറ്റിക് അല്ലേ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 16,000 കിലോമീറ്റർ ഓടിക്കും. 16,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാനാണ്. നിങ്ങളിപ്പോൾ മാഗ്നറ്റ് പുതിയതെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യം തന്നെ ആയിരിക്കും. കാരണം പ്രൈസിന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിൽ ഈ ഒരു XV വരുന്നുണ്ട്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? 8,25,000. 8,25,000. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലോൺ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പഴയ വാഹനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള നല്ല വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇതിന് വാറന്റി ഉണ്ടാവുമോ? ഇതിന് നമുക്ക് വാറന്റി ചെയ്യാൻ പറ്റും.